എടാ പാപ്പു മൂത്താനാരെ തല്ലിയിട്ട് നീയൊക്കെ ഇവിടെ സുഖമായിട്ട് കഴിയാന്ന് കരുതുന്നുണ്ടോ? അയാൾക്ക് ഞങ്ങളെ ഒരു ചുക്കും ചെയ്യാനൊക്കെ. ഞങ്ങൾ ചാക്കപ്പ മുതലാളിയുടെ തൊഴിലാളികളാ. ഞങ്ങളെ തൊട്ടാലേ കാളി പഠിപ്പിക്കും. പിന്നെ പാപ്പു മൂത്താനാരെ കളി പഠിപ്പിക്കണമെങ്കിലേ നീയൊക്കെ രണ്ടാമൊന്ന് ജനിക്കണം. മറ്റേടത്തെ വലിയ മൊയലാളി തല്ലുകൊണ്ടപ്പോ നിലം തൊടാതെ ഓടി ഈ പറഞ്ഞ പാറേ പാപ്പു. അച്ഛനെന്നാച്ചോ കള്ള് ഷാപ്പില്? നിനക്കൊക്കെ കർത്താവിന്റെ ഫോട്ടോ തൂക്കിയിട്ട് കച്ചവടം നടത്താമെങ്കിൽ എനിക്കിവിടെ വരാമടാ. എന്നടാ ഒരു ഒലത്തിയ ചിരി. നീയൊക്കെ എന്റെ ചേട്ടായനെ തല്ലുവല്ലേ? കളിച്ച് കളിച്ച് പാറയ കുടുംബക്കാരോടായി കളി അല്ലടാ. അച്ഛൻ വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ പോകാൻ നോക്ക്. ഇവിടെ കച്ചവടം നടക്കുന്ന സമയാ. ഓഹോ, നീ ഇത് കണ്ടോ? കർത്താവിന് കാസയും പീലാസയും പിടിച്ച് ശുശ്രൂഷ ചെയ്യുന്ന കൈകളാ. ഇതുകൊണ്ടൊന്ന് തന്നാവുണ്ടല്ലോ. എടാ, നിന്റെ തലയ്ക്ക് മീതെ ഇരിക്കുന്ന സ്നേഹസ്വരൂപനായ ഈശോ ഉണ്ടല്ലോ, ഒരു സ്ഥലത്ത് ചാട്ടവാർ എടുത്തിട്ടുണ്ട്, വേറൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇരുതല വാളാണെന്ന്. അതിന്റെ ഒന്നും അർത്ഥം നിന്നോടൊന്നും പറഞ്ഞാൽ മനസ്സിലാകില്ലടാ പന്നികളെ. ഞാൻ മനസ്സിലാക്കി തരാം. വേറൊന്നുമല്ല, രണ്ടിനെയും കുത്തി നൊപ്പിച്ചു കളയുന്നു. അച്ഛകുഞ്ഞെ, ഇങ്ങക്ക് ഇപ്പൊ ഈ വിശുദ്ധ കുപ്പായത്തിന്റെ അകത്തോട്ട് കേറണ്ടായിരുന്നു തോന്നണ്ടാവും അല്ലേ? ഇല്ല, ഒട്ടും തോന്നുന്നില്ല. ഈ പരിശുദ്ധ കുപ്പായത്തിന് പുറത്തും പാറക്കുടുംബക്കാർക്ക് ആളുമർത്ഥവും ധാരാളം ഉണ്ടെന്ന് മുല്ലാക്കയ്ക്ക് അറിയാമല്ലോ. തളിപ്പറമ്പിന് വിളിച്ചിരുന്നു ഞാൻ. എന്നിട്ട് പെങ്ങളെയാ കിട്ടിയത്. അന്തോണി കുരുമുളക് കയറ്റി അയക്കാൻ കൊച്ചിക്ക് പോയിരിക്കുക. അപ്പൊ ഓൻ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടുണ്ടാവൂല. അറിഞ്ഞ ഓനിവിടെ പറഞ്ഞെത്തും. മൃഗരാശന്റെ ധൈര്യവും കൈകന്റെ കണ്ണും മാടപ്രാവിന്റെ ഹൃദയമുള്ള നമ്മുടെ അന്തോണിക്കുഞ്ഞ് കാര്യങ്ങളൊക്കെ ഒന്ന് കലങ്ങി തെളിയണമെങ്കിൽ ഓൻ വരണം. ഓൻ വരും. മുഖത്തഞ്ചാറ് രോമവും കിളിപ്പിച്ചോണ്ട് ആണുങ്ങളാണെന്ന് പറഞ്ഞ് നടക്കാൻ നാണമില്ലടാ. ഓ, നിനക്കെങ്കിലും എന്നെ ഒന്ന് വിളിച്ചറിയിച്ചൂടായിരുന്നോടി? എവിടെ എന്റെ പൊന്നിച്ചാച്ചൻ? പുലിമുഖത്തുനിന്ന് മീശ പറിക്കുന്ന പാറയിൽ പാപ്പു എവിടെ? ആവു മിടുക്കൻ. എന്താ എന്നെ മറന്നേ? എന്താ എന്നെ വിളിക്കാഞ്ഞേ? ഈ ശരീരത്തിൽ ഒരു നുള്ളു മണ്ണ് വീഴാതെ നോക്കാനുള്ള ചങ്കുറപ്പ് ഇച്ചാച്ചന്റെ ഈ അന്തോണിക്കുണ്ട്. അതെ, ഈ കൈ കൊണ്ട് വാരി തന്ന ചോറിന്റെ മഹത്വ വിടില്ല ഞാൻ ഒരുത്തനെയും. എവിടാ?
അടിച്ചു ചുരുട്ടി വള്ളത്തിൽ കയറ്റി അഡ്രസ്സൊന്നും വേണ്ട പൊയ്ക്കോളും. അയ്യോ ആശോ ആശോ എന്റെ അളവ് പിഴച്ചു. ആശോ എന്നെ പിടിച്ചോ. എന്നെ എന്തിനാ പിടിച്ചേ? നേരെ പിടി. യവന്മാരിൽ എന്നാ ഞവണിക്കാ ഉരുട്ടുവാ. ഒന്ന് വേഗം ആകട്ടെ ചെറുക്കന്മാരെ. അന്തോണി കുഞ്ഞിങ്ങി വന്ന ആദ്യം അടുക്കളയിലോട്ട് കയറും. താറാവിന്റെ പകുതി വേവായ കരളും കക്കയും തിന്നെ. അല്ല, അവന്റെ അപ്പം കാക്കും അങ്ങനെ തന്നെ ആയിരുന്നേ. നെടിയ ഒരുത്തൻ, സുന്ദരൻ. അന്ന് ഒരുപാട് പെണ്ണുങ്ങളുടെ മനസ്സിന്റെ രൂപക്കൂട്ടി ഇരുന്ന് അങ്ങേര് വിളങ്ങിയിട്ടുള്ളതാ. ചേട്ടത്തീരെ മനസ്സിലും കേറി വിളങ്ങി വല്ല കുഴപ്പമുണ്ടാക്കി. ഒന്നും പാടാ പിള്ളാരെ. പിന്നെ ചില വിശേഷ ദിവസങ്ങളിൽ ആരും കാണാതെ ചില തട്ടലും മുട്ടലും ഒക്കെ ഉണ്ടായിട്ടുണ്ടെന്നല്ലാതെ വേറെ യാതൊരു കുഴപ്പവും താറാവിന്റെ കക്കയും കരളും തിന്നുമ്പോ തൊണ്ട അനക്കാനൊന്നും ഇല്ല ഇച്ചാച്ച. നനയ്ക്കാനല്ല, ആ. നിനക്ക് കുളിക്കാനുള്ളതുണ്ട് ഇവിടെ. ഏ? നല്ല അയമോദകവും ശതാവേരിക്കിഴങ്ങും ചേർത്ത് ഉണ്ണിവൈദ്യൻ കാച്ചിയെടുത്ത സ്വയംപൻ ഇവൻ നിന്ന് കത്തും. തട്ടുമുട്ട് കേടുപാടുകൾക്കും നീർവീക്കത്തിനും ഉത്തമൻ. വീര്യമുള്ള സാധനം അല്ലയോ? അവന്മാര് ഓരോന്ന് അടിച്ചോട്ടെ. ഹേ. ആ ഓക്കെ, ഗ്ലാസ് എടുക്കണം. ഇത് കുറച്ച് കൂടുതൽ. ആശോ ഒരു ആശ. മറക്കണ്ടടാ, മറക്കണ്ട. അപ്പച്ചന്റെ മുഖത്ത് നോക്കി തന്നെ കഴിച്ചു. കഴിച്ചിട്ട് കഴിച്ചില്ല എന്നും ചെയ്തിട്ട് ചെയ്തില്ല എന്നും മാത്രം പറയരുത്. ആ പറഞ്ഞത് കേട്ടല്ലോ. ഞമ്മൾ എന്താ ഈ കാണുന്നത്? നാട്ടിലുള്ള ഷാപ്പു ഇവൻ തല്ലിപ്പൊളിച്ചും അപ്പനും മക്കളും മരുമോനും കൂടി വീട്ടില് ബാർ തുടങ്ങിയിരിക്കും. ഇരിക്കും മുല്ലാക്ക, ഇത് നിങ്ങൾ പറയണ വിഷമൊന്നും അല്ല. ഔഷധ വീര്യമുള്ള സ്വയംപന. ഓന്റെ നിറം കണ്ടില്ലേ? എന്തൊക്കെ നിറം ഉണ്ടായാലും കൊണ്ട് ഒരു കാര്യമില്ല മോനെ. ഈ ബച്ചകളുടെ ഒക്കെ സ്വഭാവം എന്തിന്റെയാണ്? ഇനി ഇവിടെ നിന്നാൽ നമ്മുടെ സ്വഭാവം മാറും. അതുകൊണ്ട് നമ്മൾ പോവേണ്. ഈ അന്തോണി കുഞ്ഞിങ്ങോട്ട് വന്നതേ ഇച്ചാച്ചന്റെയും മുല്ലാക്കയുടെയും കൂടെ കുറെ വർത്താനം ഒക്കെ പറഞ്ഞ് പെരുത്ത് സന്തോഷിച്ചിട്ട് പോവാനാ.